മൊബൈൽ ഫോണിന് വേണ്ടിയുള്ള റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ ഉണ്ടാക്കിയിരുന്ന ഒരു സാധാരണ കമ്പനി പെട്ടെന്നൊരു ദിവസം ഇലക്ട്രിക് കാറുകളുടെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നു. അധികം വൈകാതെ ടെസ്ലയെ പോലുള്ള ലോകത്തിലെ വമ്പന്മാരെ പോലും പിന്നിലാക്കി അവർ ഒന്നാമതാകുന്നു. ഇതൊരു സിനിമാ കഥയല്ല, BYD എന്ന ചൈനീസ് ഭീമന്റെ യഥാർത്ഥ കഥയാണ്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് BYD. ഇന്ന് ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹന വിപണിയിൽ ടെസ്ലയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കമ്പനിയാണിത്. വെറുമൊരു ബാറ്ററി കമ്പനിയിൽ നിന്ന് തുടങ്ങിയ BYD എങ്ങനെയാണ് വാഹന ലോകത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായത്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുന്ന പുക കാരണം നഗരങ്ങൾ ശ്വാസം മുട്ടി. നമ്മുടെ ഡൽഹിയിലെ അവസ്ഥ തന്നെ എടുക്കാം. ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അത്രയും മലിനീകരണം. ഈ സാഹചര്യത്തിലാണ് ലോകം പുതിയ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അതിന്റെ ഉത്തരമായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ. എന്നാൽ തുടക്കത്തിൽ ഇലക്ട്രിക് കാറുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബാറ്ററികൾക്ക് കാര്യമായ ശേഷിയില്ല, ചാർജ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, പോരാത്തതിന് ഭയങ്കര വിലയും. ഇതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ കാറുകളുമായി മത്സരിക്കാൻ ഇലക്ട്രിക് കാറുകൾക്ക് കഴിയുമോ എന്ന് പലരും സംശയിച്ചു. ഈ അവസരത്തിലാണ് BYD തങ്ങളുടെ കളി തുടങ്ങുന്നത്. വാങ് ചുവാൻഫു എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ഇതിനു പിന്നിൽ. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അദ്ദേഹം സഹോദരങ്ങളുടെ പിന്തുണയോടെ പഠിച്ച് രസതന്ത്രത്തിൽ ബിരുദം നേടി. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് BYD എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. 1995-ൽ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ നിർമ്മിക്കാൻ അദ്ദേഹം ഒരു ചെറിയ കമ്പനി തുടങ്ങി. അന്ന് ഈ രംഗത്ത് ജപ്പാനിൽ നിന്നുള്ള സോണി, പാനസോണിക് പോലുള്ള വമ്പന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വാഹനങ്ങളുടെയും ലോകത്തിന്റെയും ഭാവി ബാറ്ററികളിലാണെന്ന് വാങ് തിരിച്ചറിഞ്ഞു. 2003-ൽ അദ്ദേഹം ഒരു കാർ നിർമ്മാണ കമ്പനി ഏറ്റെടുത്തു. ഇത് പലരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ വാങ്ങിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ലിഥിയ ഖനനം ചെയ്യുന്നത് മുതൽ കാറിന്റെ അവസാന മിനുക്കുപടികൾ വരെ എല്ലാം ഒരിടത്ത്. ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ കൊണ്ടുവരാനും അവരെ സഹായിച്ചു. 2008-ൽ ലോകത്തിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനമായ BYD F3 DM അവർ പുറത്തിറക്കി. അതോടെ BYDയുടെ തലവര മാറി. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബഫറ്റ് BYDയിൽ നിക്ഷേപം നടത്തിയതോടെ കമ്പനിയുടെ വിശ്വാസ്യത 10 മടങ്ങ് വർദ്ധിച്ചു. ഇന്ന് BYD വെറുമൊരു കാർ കമ്പനിയല്ല, ബസ്സുകൾ, ട്രക്കുകൾ എന്നിന് സോളാർ പാനലുകൾ വരെ അവർ നിർമ്മിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ബ്ലേഡ് ബാറ്ററി. ഇത് സുരക്ഷിതവും ഭാരം കുറഞ്ഞതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ്. ഈ ഒരു സാങ്കേതിക വിദ്യയാണ് BYDയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വെറും 18 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് 2023-ൽ മാത്രം BYD വിറ്റഴിച്ചത്. താങ്ങാനാവുന്ന വിലയും മികച്ച സാങ്കേതിക വിദ്യയും കാരണം സാധാരണക്കാർക്കും ഇന്ന് ഇലക്ട്രിക് കാറുകൾ ഒരു സ്വപ്നമല്ലാതായിരിക്കുന്നു. ഒരു സാധാരണ ബാറ്ററി നിർമ്മാതാവിൽ നിന്ന് ലോകം കീഴടക്കിയ വാഹന ഭീമനിലേക്കുള്ള BYDയുടെ ഈ യാത്ര സ്വപ്നം കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാനും തയ്യാറുള്ള ഏതൊരാൾക്കും ഒരു വലിയ പ്രചോദനമാണ്. ഈ ചൈനീസ് ഭീമന്റെ മുന്നേറ്റം ലോക വാഹന ഭൂപടം തന്നെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.